ന്യായമായ ഒരു ചോദ്യമാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിച്ചുവോ? അമേരിക്ക ഉയർത്തിയ ഭരണമാറ്റം, റെജീം ചേഞ്ച് എന്നത് തൽക്കാലത്തേക്കാണോ അതോ പൂർണ്ണമായിട്ടാണോ അട്ടത്ത് വെച്ചിരിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. എന്തായിരുന്നു എപ്പിക് ഫ്യൂരിയുടെ ഒരു ഉദ്ദേശലക്ഷ്യം? ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചതാകണമെന്നില്ല യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം. ഫ്യൂരി ആരോടാണ്? എന്തിനോടാണ്? എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം? ഏറെ ചർച്ച ചെയ്തതാണ് ഇസ്രായേലിൻ്റെ സമ്മർദ്ദം, അമേരിക്കയുടെ മേൽ ഇസ്രായേൽ നടത്തുന്ന സമ്മർദ്ദം. അത് ഇറാനിൽ നിന്ന് വരുന്ന ആണവ വിപത്ത് അതൊഴിവാക്കാൻ വേണ്ടി അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇറാനെ തച്ചു തകർക്കുക. ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ ആവില്ല, അല്ലെങ്കിൽ പരിഹാരം കാണാനാവും എന്ന പ്രതീക്ഷ ഉണ്ടായി എങ്കിലും ഇറാനെ വിശ്വസിക്കാനാവില്ല, അതുകൊണ്ട് ആക്രമണം. ഇതൊരു ലളിതമായ വിശദീകരണമാണ്. എപ്പിക് ഫ്യൂരിയുടെ യഥാർത്ഥ ഫ്യൂരി എന്ന് പറഞ്ഞാൽ വലിയ വാശി, വൈരാഗ്യം, അല്ലെങ്കിൽ ആങ്കർ, ദേഷ്യം, ഇതൊക്കെയാണല്ലോ ഫ്യൂരി. അതൊരു എപ്പിക് പ്രൊപ്പോഷനിലേക്ക് നീങ്ങുകയാണ്. എന്താണ് എപ്പിക് പ്രൊപ്പോഷൻ? എൻ്റെ ചിന്ത പോകുന്നത് അമേരിക്കയുടെ ആത്യന്തികമായ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റിലേക്കാണ്. ആ ഫ്യൂരി വരുന്നത് എന്നെങ്കിലും അമേരിക്കയുടെ മേധാവിത്വം തകരും. ലോക വിപണികളിൽ മേൽ, ലോക വ്യവസ്ഥയുടെ മേൽ, ലോക ശാക്തിക ക്രമത്തിനു മേൽ ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ട് എന്ന് പറയുന്ന അധീശത്വം നഷ്ടപ്പെടും. ഇതൊരു ഫിയറാണ്, ഏത് ബലവാന്റെയും ഫിയറാണ്. എന്നെങ്കിലും തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടും. മഹാമല്ലന്മാരെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു നാൾ ഞാൻ താഴെ വീഴും, അതുകൊണ്ട് ഇപ്പോഴേ പ്രതിരോധങ്ങൾ എടുക്കുക. എനിക്കെതിരെ വരാവുന്ന ശക്തികളെ എല്ലാം തന്നെ, ഭാവിയിൽ എനിക്കെതിരെ വരാവുന്ന ശക്തികളെയും ഇപ്പോൾ തന്നെ മുളയിലെ നുള്ളുക. ഇതാണ് പ്രമാണം. ഇവിടെ ശക്തിയുടെ സ്രോതസ് സൈനികമായിട്ടാണ് നമ്മൾ അളക്കുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ അത് സാമ്പത്തികമാണ്. അതിൻ്റെ പേരാണ് ഡോളർ, അതിൻ്റെ പേരാണ് പെട്രോ ഡോളർ. 1974 മുതൽ 70കളിൽ വലിയ ഊർജ പ്രതിസന്ധി ഉണ്ടായി. അതിനുശേഷം അമേരിക്കയും സൗദി അറേബ്യയും ഒക്കെ എത്തിച്ചേർന്ന ഒരു ധാരണയുണ്ട്, ഇനി മുതൽ എണ്ണ കച്ചവടം നടക്കുമ്പോൾ, ലോക വിപണികളിൽ എണ്ണ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് US ഡോളേഴ്സ് ആയിരിക്കണം. അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ എണ്ണ വിൽക്കുന്നത്, മറ്റു രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നത് എല്ലാം തന്നെ അമേരിക്കൻ ഡോളറിലായി. അപ്പോൾ നോക്കൂ, ലോകത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻസ്, പ്രത്യേകിച്ച് ഊർജ്ജ രംഗത്തെ ട്രാൻസാക്ഷൻസ്, പശ്ചിമ ഏഷ്യയിലെ ട്രാൻസാക്ഷൻസ് മുഴുവൻ തന്നെ ഡോളർ ടേംസിലായി. പക്ഷേ നോക്കൂ, ആ ക്രമത്തിന് ഭംഗം വരുത്താൻ ബോധപൂർവം ശ്രമിച്ച 2-3 ശക്തികളുണ്ട്. ഒന്ന് വെനിസ്വേല. എന്താണ് വെനിസ്വേലയിൽ സംഭവിച്ചത്? മഡൂറോയെ പുറത്താക്കിയല്ല, നിക്കോളാസ് മഡൂറോ എന്ന വെനിസ്വേലയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. അദ്ദേഹം ഏകാധിപതിയായിരുന്നു. ജനാധിപത്യ ധ്വംസനങ്ങളുണ്ട്, പൗരാവകാശ ലംഘനങ്ങളുണ്ട്, സമ്മതിക്കുന്നു. അത് വെനിസ്വേലയുടെ ആഭ്യന്തര കാര്യമാണ്. അമേരിക്ക പറഞ്ഞ കാരണം എന്താണ്? വെനിസ്വേല മയക്കുമരുന്നുണ്ടാക്കുന്നു, എന്നിട്ടത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അമേരിക്കൻ യുവത്വം മുഴുവൻ വഴിതെറ്റിപ്പോകുന്നു. അതുകൊണ്ട് വെനിസ്വേലയുടെ ഭരണകൂടത്തെ തങ്ങളിതാ ബലം പ്രയോഗിച്ച് പുറത്താക്കുന്നു. അതാണ് പുറത്ത് പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? വെനിസ്വേല വാസ് ട്രേഡിംഗ് വിത്ത് ചൈന. ചൈന ഊർജ സുരക്ഷിതമുള്ള രാജ്യമല്ല. ചൈനയുടെ ആവശ്യത്തിൻ്റെ, ഇന്ത്യയെ പോലെ തന്നെ ചൈനയുടെ ഊർജ ആവശ്യത്തിൻ്റെ 80 മുതൽ 85% വരെ ഇറക്കുമതി ചെയ്യുകയാണ്. ചൈന ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന 3 രാജ്യങ്ങൾ. ഒന്ന് റഷ്യ. അപ്പോൾ ഉപരോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്തെല്ലാം അമേരിക്ക കണ്ണുരുട്ടിയാലും ശരി, റഷ്യയിൽ നിന്ന് നിർബാധം ചൈനയിലേക്ക് എണ്ണ ഒഴുകും. അത് കടൽ വഴി മാത്രമല്ല, കര വഴിയുള്ള പൈപ്പ് ലൈനിലൂടെയും എണ്ണ എത്തും. പക്ഷേ അത് ചൈനയുടെ പൂർണ്ണമായ ആവശ്യത്തിന് ഒരുപക്ഷെ തികയില്ല. ചൈന ബാക്കിയുള്ളത് 2 സോഴ്സിലൂടെയാണ് നേടുന്നത്. ഒന്ന് വെനിസ്വേല. ഏത് കറൻസിയാണ് ഉപയോഗിക്കുന്നത്? യുവാൻ. വെനിസ്വേലയുടെ കറൻസിയും ചൈനീസ് യുവാനും ചേർന്നുകൊണ്ട് യുവാൻ അധിഷ്ഠിത വ്യാപാരമാണ് ചൈന ചെയ്തിരുന്നത് വെനിസ്വേലയുമായി. അമേരിക്കൻ ഡോളറിന് യാതൊരു പ്രയോജനവുമില്ല. ഇത് കൂടുതൽ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കയിലെ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങൾ ആ വഴി നീങ്ങുമെന്ന ഭയപ്പാടുണ്ട്. അതുകൊണ്ട് വെനിസ്വേലയിൽ പുതിയൊരു ഭരണകൂടം ഉണ്ടാകണം. അവിടെ എണ്ണയുടെ മേൽ നിയന്ത്രണം അമേരിക്കയ്ക്ക് ഉണ്ടാകണം. അമേരിക്കൻ ഡോളറിലായിരിക്കും ഇനി മുതൽ വെനിസ്വേലയുടെ എണ്ണ കച്ചവടം. അത് കാര്യമായ
രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ തന്നെ വെനിസ്വേലയിൽ സുഗമമായ ഒരു കൊട്ടാരം അട്ടിമറിയിലൂടെ വളരെ നാടകീയമായി വെനിസ്വേലയുടെ നേതാവിനെ നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും അമേരിക്ക അങ്ങ് തൂക്കിയെടുത്തുകൊണ്ട് പോയി. എന്നിട്ട് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച മഡുറോയുടെ ഡെപ്യൂട്ടിയെ അവിടുത്തെ അടുത്ത നേതാവാക്കി വാഴിച്ചു. ഒരു രക്തവും അവിടെ പൊടിഞ്ഞില്ല. സുഗമമായ അധികാര കൈമാറ്റം. അമേരിക്ക ആഗ്രഹിച്ചെടുത്ത് നിന്നു. വെനിസ്വേലൻ എണ്ണപ്പാടങ്ങൾ ഇനി എണ്ണ വിളയും. അമേരിക്കൻ ടെക്നോളജി വരും, അമേരിക്കൻ കമ്പനികൾ വരും, അമേരിക്കൻ മൂലധന നിക്ഷേപം വരും. അമേരിക്കയ്ക്ക് ആ വിപണിയിൽ എത്തിക്കാനുള്ള ചുമതല, വെനിസ്വേലയുടെ എണ്ണ ലോക വിപണിയിൽ എത്തിക്കാനുള്ള ചുമതല അമേരിക്കയ്ക്ക്. അതിന് കിട്ടുന്ന ഒരു പങ്ക്, ലാഭത്തിൻ്റെ ഒരു പങ്ക് വെനിസ്വേലയ്ക്കും അവകാശപ്പെടാം. എല്ലാം സമാധാനം, സന്തോഷം. വെനിസ്വേലക്കാർക്കും സന്തോഷം. കാരണം അവിടുത്തെ വീടുകളിൽ തീ പുകയും. കാരണം ദാരിദ്ര്യമൊന്നുമില്ല, ഉപരോധം ഉണ്ടാവില്ല. അമേരിക്കയല്ലേ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒന്ന്. രണ്ട്, ബ്രിക്സ് രാജ്യങ്ങൾ ഈ വ്യാപാര യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയത്ത്, അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും അമേരിക്കൻ പ്രസിഡന്റ് ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് ടാരിഫ് യുദ്ധം പ്രഖ്യാപിച്ചല്ലോ. കഴിഞ്ഞ ഒരു വർഷം ടാരിഫ് യുദ്ധത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ട്രംപ് അധികാരം ഏറ്റെടുത്തത് മുതൽ നാളിതുവരെ ഉണ്ടായിരുന്ന ടാരിഫ് യുദ്ധം അത് ലോകരാജ്യങ്ങളെ, പ്രത്യേകിച്ച് ബ്രിക്സ് മേഖലയിലെ രാജ്യങ്ങളെ വേറിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. കുറേയൊക്കെ ധാരണയൊന്നും എത്തിയില്ല എങ്കിലും അമേരിക്കൻ ഡോളറിൽ ഇങ്ങനെ കച്ചവടം നടത്തിയാൽ എങ്ങനെയാണ്? അതുകൊണ്ട് ഇനിയിപ്പോൾ ബ്രിക്സിന് വേണ്ടി ഒരു കറൻസി ആയാലോ? ചൈനയും റഷ്യയും സൗത്ത് ആഫ്രിക്കയും ബ്രസീലുമൊക്കെ ആഞ്ഞു ചിന്തിച്ചു. അവിടെ വേറിട്ട് ചിന്തിച്ച ബ്രിക്സ് രാജ്യം ഇന്ത്യയാണ്. അങ്ങനെ ഇപ്പോൾ അമേരിക്കയെ പൂർണ്ണമായി പിണക്കുന്നത് അത്ര ബുദ്ധിപരമാവുമോ? അമേരിക്കൻ ഡോളറിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിതമാകാനുള്ള ശ്രമം നടത്തി അവസാനം വെള്ളത്തിൽ വീണാൽ കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. അതുകൊണ്ട് ഇന്ത്യ വളരെ മെല്ലപ്പോക്ക് നടത്തിയത് കൊണ്ടാണ് ബ്രിക്സ് കറൻസി എന്നത് സാധ്യം ആകാതെ പോയത്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ബ്രിക്സിൽ ഒരു തീരുമാനമുണ്ടാകും. നോക്കൂ, ഇറാൻ എന്ന രാജ്യം ബ്രിക്സിൽ ചേർന്നു. 5 രാജ്യങ്ങളായിരുന്നു ബ്രിക്സ്. ആദ്യം ഒറിജിനലി 4: ബ്രസീൽ, ഇന്ത്യ, റഷ്യ, ചൈന. അതാണ് BRIC. സൗത്ത് ആഫ്രിക്കയും കൂടെ ചേർന്നപ്പോൾ ബ്രിക്സായി. അപ്പോൾ ബ്രിക്സ് വിപുലീകരിച്ച് ആഫ്രിക്കയിലെയും രാജ്യങ്ങളും ചില രാജ്യങ്ങളും പിന്നീട് ഇറാനും എല്ലാം ചേർന്നുകൊണ്ട് 10 രാജ്യങ്ങളായി മാറി. കൂടുതൽ രാജ്യങ്ങൾ ബ്രിക്സിലേക്ക് പ്രവേശിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു ലോകക്രമത്തിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു മറുപക്ഷത്ത്. അപ്പോൾ ലോക ഉത്പാദനത്തിൻ്റെ ഏതാണ്ട് 55%, മാർക്കറ്റിൻ്റെ 70% ഒക്കെ അവിടെയാണ്. അത് ഏഷ്യൻ എമർജിങ് മാർക്കറ്റാണ്. അമേരിക്ക എന്ന മാർക്കറ്റും യൂറോപ്പ് എന്ന മാർക്കറ്റും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി സമ്പൂർണ്ണമായി ഏതാണ്ട് 65% മാർക്കറ്റ് ഇവിടെ വരികയാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ വിപണി ഇന്ത്യയും ചൈനയും ഒക്കെ തന്നെയാണ്. കാര്യമായ പർച്ചേസിംഗ് പവർ അവിടെ ഇല്ല. അത് ഒരു വലിയ ദോഷമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിപണി അമേരിക്കയാണ്. കാരണം അമേരിക്കയിലെ 35 കോടി ആളുകൾ, അത് മധ്യവർഗവും ഉപരിവർഗവുമാണ്. അവിടെ സാധനങ്ങൾ വിൽക്കാം, പണം കിട്ടും. യൂറോപ്പ് വലിയ വിപണിയാണ്. സമാനമായ ഒരു നമ്പർ എല്ലാ യൂറോപ്യൻ, പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നാലുണ്ട്. ഈ 2 വിപണി വിട്ടിട്ട് ഇന്ത്യക്കോ ചൈനയ്ക്കോ ചിന്തിക്കാനാവില്ല. ചൈനയ്ക്ക് പ്രത്യേകിച്ചും ചിന്തിക്കാനാവില്ല. പക്ഷേ തിരിച്ച് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണമെങ്കിലും മാർക്കറ്റ് ലഭിക്കണമെങ്കിലും ആളുകളുള്ളത് മധ്യവർഗം. ഇന്ത്യയിലും ഏതാണ്ട് 35 കോടിയോളം അമേരിക്കൻ ജനസംഖ്യയോട് ഒപ്പം നമ്പർ മധ്യവർഗമാണ്. അവരാണ് പർച്ചേസേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങളായി നിൽക്കെ ഡോളറിൻ്റെ മേധാവിത്വം തടുക്കുന്ന രീതിയിൽ ബ്രിക്സ് കറൻസി വന്നാൽ അത് ദോഷമാണ്. അപ്പം ഇറാൻ ഉൾപ്പെടെ ഒരു പാഠം നൽകണം. അപ്പം നേരിട്ട് ചൈനയെ ആക്രമിക്കാനാവില്ലല്ലോ, നേരിട്ട് ചൈനയെ സ്ക്വീസ് ചെയ്യാനാവില്ലല്ലോ. എങ്കിൽ ചൈനയെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു വിശാല പദ്ധതിയുടെ ഭാഗമായി ബ്രിക്സ് പൊളിച്ചെടുക്കേണ്ടതുണ്ട്. അമേരിക്കയെ ആങ്കർ ചെയ്താൽ, വെറുപ്പിച്ചാൽ ബ്രിക്സിലെ ഓരോരോ രാജ്യങ്ങളെ എണ്ണി ഒരുപക്ഷെ ഇറാനോട് ചെയ്തത് മറ്റു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യാനാവും എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇറാനെ ആഞ്ഞടിച്ചു. മെച്ചം 2 ഉണ്ട്. ഒന്ന്, ആണവൊന്നുമല്ല വിഷയം, മെച്ചം 2 ഉണ്ട്. ഒന്ന്, ഇറാനിൽ നിന്നും ഒരു തുള്ളി എണ്ണ ചൈനയ്ക്ക് ലഭിക്കില്ല. ഇറാൻ പൂർണ്ണമായ ഉപരോധത്തിലാകും. ചൈനയിലേക്ക് കൊണ്ടുപോകാൻ ഹോർമൂസ് ഉൾപ്പെടെ അടച്ചിടുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മാത്രമല്ല ചൈനയ്ക്കാണ് ഏറ്റവും അധികം തിരിച്ചടി ലഭിക്കാൻ പോകുന്നത്. ചൈനയെ ചോക്ക് ചെയ്യുക, അതൊന്ന്. 2, ഇറാൻ്റെ ഭരണകൂടം മാറ്റാൻ സാധിച്ചാൽ എണ്ണയുടെ നിയന്ത്രണം, ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സമ്പന്നമായ വെനിസ്വേല ഓൾറെഡി കൈവശമായി. സൗദി അറേബ്യ 2ാമത്തെ എണ്ണ സമ്പന്നമായ രാജ്യമാണ്. സൗദി അറേബ്യ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കും. ഇറാനും കൂടെ കൈവശമായാൽ പിന്നെ ഇതിന് പുറത്തുള്ളത്, എണ്ണ ഉത്പാദക രാജ്യങ്ങൾ ഇതിന് പുറത്തുള്ളത് റഷ്യ മാത്രമാണ്. യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഹൈഡ്രോ കാർബണിന് മേൽ അടുത്ത ഒരു നൂറ്റാണ്ട് കാലത്തേക്കെങ്കിലും പൂർണ്ണമായ നിയന്ത്രണം ഓവർ ഹൈഡ്രോ കാർബൺ, അതായത് ക്രൂഡ് ഓയിലിൻ്റെ മേൽ, നാച്ചുറൽ ഗ്യാസിന് മേൽ ഒരു നീരാളിപ്പിടുത്തം അമേരിക്കയ്ക്ക് സാധിക്കും. അതുവഴി
ഡോളറിനെ നിലനിർത്താനും കഴിയും, ലോക കറൻസിയെ നിലനിർത്താൻ കഴിയും. അതുകൊണ്ട് അമേരിക്ക ഈസ് ഓൺ എ സ്ലൈഡ്. നോക്കൂ, അമേരിക്ക 31 ട്രില്യൺ ഇക്കോണമിയാണ്. പക്ഷേ അത്ര തന്നെ ഉണ്ട് അമേരിക്കയുടെ ബാഹ്യ ആഭ്യന്തര കടം. അതുകൊണ്ട് നെറ്റ് ഇമ്പോർട്ടിംഗ് രാജ്യമായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ ഒരു നയം ട്രേഡ് വാറിലൂടെ അല്ലെങ്കിൽ ടാരിഫ് ചുമത്തുന്നതിലൂടെ കുറേയൊക്കെ ഡംപിങ് ഒഴിവാക്കാൻ സാധിക്കും. അമേരിക്കയ്ക്ക് റെസിലിയൻസ് അല്ലെങ്കിൽ സ്വാഭാവികമായ ആഭ്യന്തരമായ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. മറുവശത്തെ ഇതുപോലെയുള്ള ഫ്ലെക്സിങ് മസിൽസിലൂടെ തീർച്ചയായും ഇറാൻ ഒരു മാതൃകയാണ്. ലോകത്തോടായി അമേരിക്ക പറയാൻ ശ്രമിക്കുന്നത് ഡോളറിനെതിരെ ഏതെങ്കിലും കരങ്ങൾ ഉയർന്നാൽ ഞങ്ങളത് വെട്ടും, അത് ബലം പ്രയോഗിച്ചും ഏത് മാർഗം ഉപയോഗിച്ചും ഞങ്ങളതിന് പല ന്യായീകരണങ്ങൾ, ന്യൂക്ലിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ന്യായീകരണങ്ങൾ കണ്ടെത്തും, പക്ഷേ ഞങ്ങളത് ചെയ്യും. ഇതൊരു ഫിയർ സൈക്കോസിസാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി അതാണ് ഒരു കാര്യം. പിന്നെ ഭരണകൂടം മാറ്റാൻ സാധിക്കാതെ പോയി. അതെന്തുകൊണ്ട്? അമേരിക്ക തന്നെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നു, ഭരണകൂടം മാറുമെന്ന ആത്മാർത്ഥമായ വിശ്വാസത്തിലായിരുന്നു അമേരിക്ക. ഒന്നാം ദിവസം തന്നെ നമുക്കത് സൂചനയും ലഭിച്ചതാണ്. 48 പേരാണ് ഒറ്റ ആക്രമണത്തിൽ, അയത്തുള്ള അലി ഖമനയി ഉൾപ്പെടെ 48 എണ്ണം പറഞ്ഞ നേതാക്കളാണ് വധിക്കപ്പെട്ടത്. പക്ഷേ അമേരിക്ക അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു, അമേരിക്കയുടെ സ്കീമിൽ പെടാതെ പോയത്. ഇവരെല്ലാവരും കൂടി ഇറാൻ ചെയ്തൊരു പണിയുണ്ട്. ഈ സംശയിക്കപ്പെടുന്നവരെ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് യോഗങ്ങൾ കൂടുന്നത്. ഏതെങ്കിലും രീതിയിൽ ഉച്ചയിൽ ബോംബ് വീണാൽ ഈ വിമതന്മാരുൾപ്പെടെ തട്ടിപ്പോകണം എന്ന ഒരു ചിന്ത ഉള്ളതുപോലെ തോന്നി. ഇതൊരു കുശാഗ്ര ബുദ്ധിയിലുള്ള ചിന്തയാണ്. അതുകൊണ്ട് അമേരിക്ക ഒരുപക്ഷെ IRGCയുടെ തലപ്പത്തും റിലീജിയസ് ക്ലറിക്സിൻ്റെ തന്നെ തലപ്പത്തും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ തലപ്പത്തും ഒക്കെയുള്ള ചിലരെ കരുതി വെച്ചിട്ടുണ്ടാവണം. അവരുൾപ്പെടെ ഒറ്റ നിമിഷം ആവിയായി. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് പ്ലാൻ ബി എന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഭ്യന്തരമായി തന്നെ അയത്തുള്ള അലി ഖമേനി മാറുകയാണെങ്കിൽ പുതിയൊരു ഭരണകൂടം ചുമതലയേൽക്കണമെങ്കിൽ ആ ഭരണകൂടത്തിന് വേണ്ടി അമേരിക്ക കരുതി വെച്ചിരുന്നവർ ഒരു ദിവസം ഒറ്റയടിക്ക് ആവിയായി പോയി അമേരിക്കയുടെ തന്നെ ആക്രമണത്തിൽ എന്ന ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് പിന്നീട് വേറൊരു നേതൃത്വത്തെ കണ്ടെത്തി, ഇറാനുള്ളിൽ മറ്റൊരു നേതൃത്വത്തെ കണ്ടെത്തി അവരോധിക്കുക എന്നൊന്നും സാധ്യമാകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഒന്നാം ദിവസം തന്നെ ആക്രമണത്തിൽ ഒന്നാം ദിവസം തന്നെ ലക്ഷ്യങ്ങളുടെ 90% നേടിയെടുത്തു എന്ന് പൊതുവേ കരുതപ്പെട്ടപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ ആയിപ്പോയി. കാരണം ഏറ്റവും നിർണായക കാര്യം ഭരണമാറ്റം എന്ന കാര്യം ഒരിക്കലും നടപ്പാകാത്ത രീതിയിൽ അവർ കണ്ടുവച്ച ആളുകൾ ഒന്നും തന്നെ അവശേഷിക്കാതെ പോയി. അതിനുശേഷം ഇറാൻ ഗൃഹപാഠം ചെയ്തിരുന്നു എന്ന് കരുതണം. ഇറാൻ അറിയാമായിരുന്നു അയത്തുള്ള വധിക്കപ്പെടും, അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഒരുപക്ഷെ വധിക്കപ്പെടും, ആരെ നിയമിച്ചാലും വധിക്കപ്പെടും. അപ്പോഴെല്ലാം തന്നെ ഇറാൻ ചെയ്തൊരു പണിയുണ്ട്. അമേരിക്ക ഒട്ടും ചിന്തിക്കാത്ത പദ്ധതിയാണ് ഇറാൻ ആവിഷ്കരിച്ചത്. ഹൈലി ഡീസെൻട്രലൈസ്ഡ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃതമായ ഒരു കമാൻഡ് കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ സംവിധാനത്തിൽ നിന്നും വേറിട്ടുകൊണ്ട് ഇറാൻ്റെ 31 പ്രവിശ്യകൾ കേന്ദ്രീകരിച്ച് സേനാ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ലോക്കൽ കമാൻഡേഴ്സിന് നൽകി ഉചിതമായത് പ്രവർത്തിച്ചുകൊള്ളൂ. ഒരുപക്ഷെ സാറ്റലൈറ്റുകൾ തകർക്കപ്പെടാം, കമ്മ്യൂണിക്കേഷൻ വേണ്ട രീതിയിൽ ലഭിക്കാതിരിക്കാം, പക്ഷേ ഇന്നതാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. ആക്രമിക്കപ്പെട്ടാൽ ഇത്ര കാലം ഇത്ര ടാർഗറ്റിലേക്ക് നമ്മുടെ ആക്രമണമുണ്ട്. ഓരോ റീജിയണൽ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സിലും ആ വിവരം എത്തി, യുദ്ധത്തിന് വളരെ മുൻപ് തന്നെ. അതുകൊണ്ട് ടെഹ്റാനിലേക്ക് യുദ്ധം നീണ്ടപ്പോൾ മറ്റ് പല 31 ഇടത്തു നിന്നാണ് ഇറാൻ്റെ മിസൈലുകൾ ചീറിപ്പാഞ്ഞത്. അതുകൊണ്ട് ഒരൊറ്റ കേന്ദ്രത്തെ തകർത്താൽ, ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്താൽ, ഇത് ചതുരംഗക്കളി അല്ല എന്ന് ഓർക്കണം. ചതുരംഗക്കളിയിൽ രാജാവ് പോയി കഴിഞ്ഞാൽ, ചെക്ക് വിളിച്ച് രാജാവ് വധിക്കപ്പെട്ടാൽ പിന്നീട് യുദ്ധമില്ല. ഇതങ്ങനെ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയോ അയത്തുള്ളയോ വധിക്കപ്പെട്ടാൽ തീരുന്ന യുദ്ധമല്ല, ആവില്ല എന്ന് മുൻകൂട്ടി കാണാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരിക്കലും ഇപ്പോഴത്തെ നിലയിൽ റെജീം ചേഞ്ച് എന്നത് അസാധ്യമാണ്. ഇറാൻ്റെ ഉള്ളിൽ വിഘടിച്ചു നിന്ന വിഭാഗങ്ങൾ ഒരുമിക്കാൻ അമേരിക്കൻ ആക്രമണം കാരണമായി എന്ന ചിന്ത അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് വല്ലാതെ വിഘടിച്ച് നിൽക്കുകയാണ്. ഇറാൻ ഭരണകൂടം അത്ര പോപ്പുലറൊന്നും ആയിരുന്നില്ല, മർദ്ദക ഭരണകൂടമാണ്. അത് നമുക്ക് രണ്ട് ഭാഗവും പറയേണ്ടതില്ലേ? ഇത് ഒരു പക്ഷം മാത്രം പിടിച്ചുകൊണ്ട് സംസാരിക്കാനാവുമോ? ഇറാനിൽ പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നു, മതഘടനകൾ നയിച്ച ഒരു ഭരണകൂടത്തിൽ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നു, പൗരാവകാശ ലംഘനങ്ങൾ ഉണ്ടായിരുന്നു, ജനങ്ങൾ അസംതൃപ്തരായിരുന്നു. അതുമാത്രമല്ല, ഉപരോധം കാരണം, അമേരിക്കയ്ക്കെതിരെ എടുത്ത നിലപാട് കാരണമാണ് ഉണ്ടായ ഉപരോധം കാരണം വേണ്ട രീതിയിൽ ഇറാൻ്റെ സമ്പത്ത് വിറ്റഴിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എണ്ണ വിൽക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഞെരുക്കം സമസ്ത ജനവിഭാഗങ്ങളെ ബാധിച്ചു. വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന മട്ടിലാണ് ആക്രമണം ഒരു അശ്വിനിപാതം പോലെ വന്നത്.
പെട്ടെന്ന് തന്നെ ഈ വൈജാത്യങ്ങളിലൊക്കെ മാറിയല്ലോ. ഒരു പ്രക്ഷോഭത്തെക്കുറിച്ചും പിന്നെ കേട്ടില്ലല്ലോ. കഴിഞ്ഞ 3 ആഴ്ചയായി ഇറാനുള്ളിൽ നിന്നും യാതൊരു പ്രക്ഷോഭ വാർത്തകളും വന്നിട്ടില്ല. യുദ്ധം വന്നാൽ ഉടൻ തെരുവിലിറങ്ങും. ട്രംപ് പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങളിതാ വരും നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങൾ തെരുവിലിറങ്ങൂ, നിങ്ങളുടെ ഭരണകൂടത്തെ പുറത്താക്കൂ, ഞങ്ങളുണ്ട് രക്ഷകരായി. ട്രംപിൻ്റെ വാക്ക് വിശ്വസിച്ച് ജനം ധാരധാരയായി തെരുവിലിറങ്ങി ഈ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കും, അട്ടിമറിക്കും. ഈ ശ്രീലങ്കൻ മോഡലിൽ, പാകിസ്ഥാൻ മോഡലിൽ, ബംഗ്ലാദേശ് മോഡലിൽ, നേപ്പാൾ മോഡലിൽ ഇത് ചെയ്യും എന്ന് ട്രംപ് കരുതിയെങ്കിൽ അത് തെറ്റി. ഇറാന് മറ്റൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്ലാനുകൾ ഒന്നൊന്നായി തെറ്റുമ്പോൾ പിന്നീടുള്ള ഏറ്റവും നല്ല മാർഗം സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്നതാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഭാഗികമായ പരിക്കുകൾ മാത്രമേ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ പരിക്കുകൾ ഉണ്ടായാൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞേക്കാം, മതിയായി, നിങ്ങളുടെ സഹായം ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളെ സഹായിക്കാനായി നിങ്ങൾ വന്നു എന്നത് നല്ല കാര്യം, പക്ഷേ അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമണ വിധേയരായത്. നിരന്തരം ഞങ്ങളുടെ ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഇറാൻ ആക്രമിക്കുകയാണ്, എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുകയാണ്, നിങ്ങൾക്ക് പൂർണ്ണമായി പ്രതിരോധിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ശാരീരിക സാന്നിധ്യം, സേനാ താവളങ്ങൾ ഇവിടെ ഇനി അധികം ആശാസ്യമല്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ ഭാവിയിൽ ഏതാനും മാസം കൂടി യുദ്ധം നീണ്ടുപോയാൽ ഇത് പറയേണ്ടി വരും. ഇത് തന്നെയായിരുന്നു ഇറാൻ്റെ പ്ലാൻ. ഇറാൻ ഇത് തന്നെയാണ് ആഗ്രഹിച്ചത്. ഗൾഫ് രാജ്യങ്ങളോട് വിരോധമുള്ളതുകൊണ്ടല്ലോ, അമേരിക്കൻ താവളങ്ങൾ ഉള്ളതുകൊണ്ട് അമേരിക്കയുടെ സഖ്യകക്ഷികളായി ഗൾഫ് രാജ്യങ്ങളെ കാണുന്നു. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാമോ എന്ന് ചോദിച്ചാൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിടുന്നത് യാതൊരു രീതിയിലും ന്യായീകരിക്കാവുന്നതല്ല. ജനങ്ങളുടെ ജീവിതോപാധി ഇറാനൊക്കെ പറയുന്നു വെള്ളം കൂടി മുട്ടിക്കും ഗൾഫ് രാജ്യങ്ങളുടെ. എത്ര ക്രൂരമായ കാര്യമാണ്. പക്ഷേ അത് ഇറാൻ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ലാതെ വേറെ വഴിയില്ല. യുദ്ധത്തിൽ സമാധാനം പറ്റില്ലല്ലോ. യുദ്ധം എന്ന് പറയുമ്പോൾ അത് അവിടെ സമാധാനമല്ല, അവിടെ പരമാവധി പ്രഹരമാണ്. അപ്പോൾ ഇതുകൊണ്ട് മാറി ചിന്തിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ പ്രേരിതമാവുകയാണ് എങ്കിൽ നന്ന് എന്ന് ഇറാൻ ചിന്തിച്ചു. ഒരു പക്ഷേ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഗൾഫ് രാജ്യങ്ങളുടെ ഇടയിൽ നിന്നും അമേരിക്കയ്ക്ക് ഉണ്ടായ സമ്മർദ്ദം, അതേക്കുറിച്ച് ഒരു പഠനവും നടന്നിട്ടില്ല. യുദ്ധസമയമാണ്, ഇനിയേറെ പഠനങ്ങൾ നടന്നേക്കാം. നിരന്തരമായി ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കന്മാർ, ഷെയ്ഖുമാർ, എമീർമാർ അമേരിക്കയുമായി ബന്ധപ്പെടുന്നുണ്ട്. അവർക്കെല്ലാം ആവശ്യം വന്നേ ഉള്ളൂ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ. യുദ്ധം തുടങ്ങി അമേരിക്കയ്ക്ക് മാത്രമേ അവസാനിപ്പിക്കാനാവൂ. ഇറാൻ ഏകപക്ഷീയമായി വെടിനിർത്തില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അപ്പോൾ പിന്നെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിച്ചെങ്കിലേ പറ്റൂ. അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു. അമേരിക്ക തന്നെ ഇപ്പോൾ താൽക്കാലികമായ വെടിനിർത്തൽ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് ആകമാന ചിത്രം നോക്കുമ്പോൾ റെജീം ചേഞ്ച് നടന്നിട്ടില്ല. അമേരിക്കയുടെ ഉദ്ദേശങ്ങൾ ഭാഗികമായി ഒക്കെ നടന്നു എന്ന് ക്ലെയിം ചെയ്യാവുന്ന ഒരു നിലയിലാണ്, ഒരു പ്രത്യേക ജങ്ചറിലാണ് ഇപ്പോൾ ഈ നിമിഷം യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നത്. മഴ പെയ്ത് തോർന്നതിന് ശേഷവും മരം പെയ്യുന്നു എന്ന മട്ടിൽ ചില മിസൈൽ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. ഇസ്രയേൽ അടങ്ങുമോ എന്ന ചോദ്യം മാത്രം ബാക്കി വെച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം.